നമ്മൾ മലയാളികൾക്ക് മാങ്ങയിട്ട മീൻകറിയോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ. അപ്പോൾ പിന്നെ അത് മത്തിയും കൂടെ ആണെങ്കിലും മാങ്ങയിട്ട് കറി വെക്കുന്നത്. നമ്മുടെ മാങ്ങയ്ക്ക് ഇച്ചിരി പുളി കുറവായതുകൊണ്ട് ഞാനൊരു തക്കാളിയും കൂടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ മാങ്ങയും തക്കാളിയും ഇട്ട നല്ല കിടിലും മത്തിക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇതിപ്പോൾ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ തന്നെ എണ്ണ ചൂടായപ്പം കൊച്ചുള്ളി അരിഞ്ഞതും തക്കാളിയും പച്ചമുളകും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് വഴറ്റിയിട്ട് നമ്മുടെ പൊടികളെല്ലാം ചേർത്ത് ഒന്ന് ചൂടായപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മുടെ അരപ്പ് തിളയ്ക്കാൻ വെച്ച്. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ അങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ഇഞ്ചി ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയും കൂടെ പിറക്കിയിട്ടിട്ട് അടച്ച് വെച്ചങ്ങ് വേവിക്കാം. അങ്ങനെ ചെറു തീയിൽ നമ്മുടെ മത്തിക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇച്ചിരി ഉലുവപ്പൊടിയും കറിവേപ്പിലയും കൂടിയിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടെ അടച്ചു വെക്കാം. ഇപ്പം തന്നെ അടിപൊളി മണമാണ്. ഇനി ഇച്ചിരി കപ്പ വേവിച്ചതും ചോറും കൂടെ ഉണ്ടെങ്കിലോ പൊളിച്ച്.